ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2320. ഇന്ന് മെയ് മാസം 8-ാം തീയതി, 128-ാമത്തെ ദിവസത്തിലെത്തി. ആ സ്നേഹത്തെ തിരിച്ചറിയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സുബോധം. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം ക്രിസ്തുയേശു പറയുന്ന ആ ധൂർത്ത പുത്രന്റെ കഥ, ആ ഇളയ മകന്റെ കഥയുടെ ഒടുവിൽ അയാൾ എത്തിച്ചേരുന്ന ഇടമാണ് സുബോധം. തന്നെ പൊതിഞ്ഞും ഒരു സ്നേഹമുണ്ടായിരുന്നു. ആ സ്നേഹം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ ഒരു ഓർമ്മയിലേക്ക്, ഉണർവിലേക്ക്, തിരിച്ചറിവിലേക്ക്, അങ്ങനെയൊരു താക്കോൽ ദ്വാര കാഴ്ചയിലേക്ക് അയാളും എത്തുകയാണ്. പത്രോസിനെ ഇങ്ങനെ തള്ളിപ്പറഞ്ഞ് പത്രോസ് എന്നും പറയാറുണ്ട്. എന്തിനാ അങ്ങനെയൊക്കെ ഒരാളെ പഴിക്കുന്നത്, പരിഹസിക്കുന്നത്, ചെറുതാക്കുന്നത്? നമ്മളാരും ആരെയും ഇതുവരെയും തള്ളിപ്പറഞ്ഞിട്ടില്ലേ? എത്ര തവണ? ആരെയൊക്കെ? അവനവനെ തന്നെ ഓരോരുത്തരും എത്ര തവണ തള്ളിക്കളഞ്ഞിട്ടുണ്ട്, തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പത്രോസിന്റെ ആ മൂന്നാവർത്തി അതിങ്ങനെ മുഴങ്ങുന്നുണ്ട് വല്ലാതെ ചുറ്റിനും. അതെ, ഒന്നും കൂടെ പറയാം, തള്ളിപ്പറഞ്ഞ പത്രോസ്. ക്രിസ്തുയേശുവിനെ നോക്കുന്ന ഒരു നോട്ടമുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തുയേശു ഈ തള്ളിപ്പറഞ്ഞ് പത്രോസിനെ നോക്കുന്നൊരു നോട്ടമുണ്ട്. ആ സ്നേഹത്തെ കണ്ട് പത്രോസ് വല്ലാതെ നിലവിളിക്കുന്നില്ലേ? സുവിശേഷത്തിൽ ആ പത്രോസിനെ നമ്മൾ കണ്ടെത്തണ്ടേ? ഓരോരുത്തരും ഈ ഒരു സുബോധത്തിലേക്ക് എത്താനായിട്ട് ഒരുപക്ഷെ വളരെയധികം വൈകുന്നുണ്ടാവും. എത്തുന്നതിന് മുമ്പ് എത്ര തെറ്റിദ്ധാരണകളിലൂടെയാണ് ജീവിച്ചത്, എത്ര മണ്ടത്തരങ്ങളിലൂടെ, മിഥ്യകളിലൂടെ ഒരാൾക്ക് ഇങ്ങനെ ക്ലേശകരമായി പരിക്കും പരിഹാസവുമേറ്റ് സഞ്ചരിക്കേണ്ടിയും ജീവിക്കേണ്ടി വരുന്നില്ലേ? ഒരു സ്നേഹം എന്നെ പൊതിയുന്നുണ്ടെന്ന തിരിച്ചറിവ് ലഭിച്ചവരാണ് ഭൂമിയിലേക്ക് ഏറ്റവും വലിയ സ്വാതന്ത്ര്യം കിട്ടിയ ഒരാൾ. ക്രിസ്തുയേശുവിന്റെ ഭാഷയിൽ സത്യത്താൽ സ്വതന്ത്രനാക്കപ്പെട്ടവൻ, സദാ സ്നേഹയോഗ്യനാണെന്ന അറിവാണ് പരമമായ സത്യം. ദൈവം എന്ന പദം കൊണ്ട് മാത്രം അടയാളപ്പെടുത്തേണ്ടതല്ല ഈ സുബോധം. ഭൂമിയിലെ എല്ലാ നല്ല സ്നേഹത്തെയും എപ്പോഴോ നമ്മൾ കാണാതെ പോയിട്ടുണ്ട്. ഇനി കണ്ടിട്ടും നമ്മൾ എപ്പോഴോ അവഗണിച്ചു കളഞ്ഞിട്ടുണ്ട്. ഈ ഒരു സുബോധം അഗാധമായി സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവല്ലേ? അങ്ങനെയാണ് നമ്മളും മറ്റുള്ളവരെ കരുതേണ്ടതും സ്നേഹിക്കേണ്ടതും ഒക്കെ. വാവിട്ട് കരയാനായിട്ട് എന്തുമാത്രം കാരണങ്ങൾ നമുക്കപ്പോൾ ഓർമ്മയിൽ ഊറിക്കൂടുന്നുണ്ടാവും. ശരിയാ, ആ പ്രകാശത്തിലേക്ക്, യേശു എന്ന പ്രകാശത്തിലേക്ക് നമുക്കെത്താം. ആമേൻ.